അസ്സലാമലൈക്കും കുലൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാച്ചോ ഇതാ എനിക്ക് സ്പെഷ്യൽ ഐറ്റം നമ്മൾ മന്തി തന്നുണ്ട് കുത്തേ. എനിക്ക് മന്തി കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പ. മന്തി ഇഷ്ടല്ല നമുക്ക് മന്തി കഴിക്കാം. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കെന്താ നമ്മളെ ബാച്ചുട്ടിയിലെ വലുതായി മുടിയെല്ലാം വലുതായി ബാച്ചുട്ടി മുടി വലുതായി വെച്ചോ ഇല്ലേ? മുന്നേ വലുതായിനാ. നമ്മൾ നാളെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാളെ ഓപ്പൺ ആണ് മമ്മൂട്ടിൻ്റെ. ഈ മന്തിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടോ തക്കോ ഇന്നലെ? ഞാൻ തക്കോ രാത്രി 12 മണിക്ക് വെറുതെ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ എവിടെ പോയത്? നായമറ നിങ്ങൾ കിട്ടുന്ന പറഞ്ഞിട്ട് രാത്രി ഇറങ്ങിയിട്ട് നോക്കുമ്പോഴേക്ക് നായമറയിൽ ഒരു മന്തിക്കട മാത്രം ഓപ്പൺ ഉണ്ട്. സുൽത്താൻ കാബൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പേര്. അപ്പോൾ രാത്രി നോക്കുമ്പോൾ അവിടെ ഓപ്പൺ ഉണ്ട്. പിന്നെയാണ് അറിയുന്നത് 2 മണി വരെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് നട്ടപ്പാതിരാക്കി 12 മണിക്ക് ഞാൻ ഇതൊക്കെ മന്തിയെല്ലാം കഴിച്ച് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് വാങ്ങിയാട്ടോ. കുറച്ച് കുട്ടികൾക്ക് അന്ന് രാത്രി കുറെ ലേറ്റ് ആയതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കുട്ടികൾ സ്കൂളിൽ പോയ സമയം നോക്കി അതിന്റെ ടേസ്റ്റ് മതി വരാത്തന്റെ കുഞ്ഞാറ് പുതിയാപ്പിള മണക്കൊണ്ട് വായന്ന് വെള്ളം വന്നു ഭയങ്കര. അപ്പൊ പിന്നെ നമുക്കും ഒന്നുകൂടി കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു അങ്ങനെ മന്തി കഴിക്കാൻ തയ്യാറെടുക്കില്ല. മന്തിയുടെ നല്ല വട്ടത്തിലിരുന്ന് കഴിക്കണേ. ഞാൻ വീഡിയോ ഇവരന്ന് നിർബന്ധിച്ച് വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരാം. അതിനെ കുറിച്ച് ഇങ്ങനെ കിട്ടൂല കേട്ടാ. അങ്ങനെ കുറ്റം പുള്ള നിങ്ങൾക്ക് കുറെ അല്ല ഞാനൊരു കുറയും നിങ്ങളോ കൂട്ടും. അപ്പൊ സമാസമാവും. അപ്പൊ നമ്മൾ ഇന്ന് മിനി മന്തി കഴിക്കാൻ പോവാണ്. യമനി മന്തി നട്ടപ്പായിലൊക്കെ കണ്ടുപിടിച്ച ഒരു ഹോട്ടലാണ് ഞങ്ങള്. കാരണം കഴിച്ചപ്പോ ഭയങ്കര ഉപകാരം. കുട്ടികൾക്ക് കൊടുക്കാത്ത ബേജാറ് തീർക്കാൻ വേണ്ടിട്ട് അതില് ഓർഡർ ചെയ്തു. സത്യം പറയാലേ ആനിഷൊക്കെ കോയില് ഇങ്ങനെ നോക്കി നിൽക്കാം. പ്ലേറ്റ് എന്തിനാണ് ഇത് മന്തി കഴിക്കൽ എങ്ങനെ അറിയോ? ഒരു പ്ലേറ്റില് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് തിന്നാം. ഞാൻ കൈ കഴിക്കാൻ വന്നേ. ഫസ്റ്റ് നമുക്ക് ഇത് തിന്നാം. നെത്തിരുന്നിട്ട് തിന്നാലേച്ചാ എല്ലാവരും ചുറ്റോടെ വെച്ചിരുന്നിട്ട് ഫസ്റ്റ് ഇത് തിന്നാം. ഇത് തിന്നിട്ട് തീർന്നതിന് ശേഷം ഇത് തിന്നാം. ആനിഷ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? മതിയല്ലേ? വലിയ പ്ലേറ്റ് നമ്മൾ എടുക്കാൻ മറന്നു കഴിച്ചാ നമ്മളെ വീട്ടിലല്ലേ? അല്ല ഇതും നമ്മളെ വീട് തന്നെ. നമ്മളെ വീട് കുറച്ച് ഷിഫ്റ്റിംഗ് എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടോ? വേറെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വീടിന്റെ മാറല് അതായത് തിരക്കിലായിരുന്നു, ബിസി ആയിരുന്നു. അപ്പൊ കാരണം വെച്ചാല് വീട് മാറാൻ ഒന്നാമത്തെ കാരണം വെച്ചാല് അവിടെ രജിച്ച പോയി കാരണം ഞാൻ ഒറ്റക്കാണ്. ഇപ്പത്തെ സ്കൂളും മദ്രസൊക്കെ ലോകമാണ്. ഇപ്പൊ 4 ആള് മദ്രസയിൽ പോകുന്നോണ്ട് തന്നെ രാത്രി പകലും മദ്രസ പോക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളും മമ്മൂട്ടി കൂടി സ്കൂളിൽ പോയാൽ ബാച്ചുട്ടി ഞാനും മാത്രമല്ലേ ഉള്ളൂ. ബാച്ചുട്ടി ഒറ്റക്കാവും. അപ്പൊ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. പലത് വിദ്യാനഗർ പന്നിപ്പാറ ഭാഗത്ത് ആർക്കെങ്കിലും വീട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. കാരണം അത് 20 സെന്റും വീടും നല്ല വീടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് രാത്രി കാലങ്ങളിൽ ഇവരില്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ആകുമ്പോൾ അടുത്ത വീടും കാര്യങ്ങളും അവിടെ ഇല്ലാന്നല്ല. പക്ഷെ ഇവിടുന്ന് സ്കൂളിൽ അതിനേക്കാളും 500 മീറ്റർ അടുത്താണ്. പിന്നെ മദ്രസ വളരെ അടുത്താണ്. അല്ലെങ്കിൽ മദ്രസ മെയിൻ റോഡിൽ വരും. പ്രിൻഷ മദ്രസയിൽ പോയതിനു ശേഷം നമുക്ക് നിൽക്കണം എന്നുള്ളൊരിത് പറയാം. കാരണം അവളെ റോഡിലൊക്കെ ഓടി വരിക, മെയിൻ റോഡിലൊക്കെ ഓടി വരും. നമ്മൾ എത്ര പേരോട് പറഞ്ഞു തരാം, അവർക്ക് മനസ്സിലാവില്ല. കുഞ്ഞല്ലേ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീർന്നു. നമുക്ക് കുറെ ആൾക്കാരോട് പറഞ്ഞു മോള് മക്കളെ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും അവിടുന്ന് ഒരു വണ്ടിയും കിട്ടുന്നില്ല ഇങ്ങനെ മദ്രസയിൽ കൊണ്ടാക്കണം. പക്ഷെ ഇത് ഇടവഴിയാണ്. അതുകൊണ്ട് ഇവിടെ വണ്ടികളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്ക് നല്ല അവർ പറഞ്ഞ അടുത്തായി കുറച്ചും കൂടി. കാരണം അവിടെ ഭയങ്കര ലോങ് ആയിരുന്നു. കുട്ടികൾ 4 പക്ഷെ എനിക്ക് കൊണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അതോ മന്തിനെ മണം അടിച്ചിട്ട് ഇവരെല്ലാം വാങ്ങിച്ചല്ലേ വരെ കച്ചമ്പറെല്ലാം തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര മതിയില്ലേ ബ്ലോഗ് കഴിക്കുന്ന കാണിക്കണം. കഴിക്കുന്ന കാണിച്ച് നിങ്ങൾക്ക് കൊതി വന്നാൽ നമ്മളെന്താ ചെയ്യാ? കൊതി കൂട്ടിട്ട് നേരെ ഓർഡർ ചെയ്താൽ മതി. നമ്പറെല്ലാം ഇത് നമ്മള് നായ്മാരെ പോലെ എന്റെ ഒരുപാട്
നായ്മാർ കൊലക്കാര വിദ്യാനഗരം എല്ലാ ഭാഗത്തുള്ള എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ നമ്മളിത് വാങ്ങിയിരിക്കുന്നത് സുൽത്താൻ കാബൂസ്. ഞാൻ ഫാൻ ഇല്ലാണ്ട് ഈച്ച ശല്യം ഭയങ്കര. നിങ്ങളെ വീട്ടിലുണ്ട് ഈച്ച, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. നിങ്ങൾ അതിന് വേണ്ടി എന്താ വെച്ചാൽ നമ്മള് യൂട്യൂബിൽ എന്തെല്ലോ അടിച്ചു നോക്കിയിട്ട് എന്തെല്ലോ ഉണ്ടാക്കി. പക്ഷെ കുറവൊന്നും ഈ അച്ചമ്പറ ഒന്ന് ചോറ് കണ്ടിരിക്കേ. അപ്പൊ അതാണ്. പക്ഷെ അത് തീർന്നതിന് ശേഷം ഇതെടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി കൈയിടും. കാരണം ഇത് മൂടാനൊരു ഇത് എടുത്തിട്ട് നമ്മള് ഇത് കൊറേ വാങ്ങിന്. ഇപ്പൊ ഒന്നും ഫുള്ള് തീരില്ല. രാത്രി പകല് മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എനിക്ക് തികയുന്നില്ല. 2 വേണം നമുക്ക്. 2 വാങ്ങി. സാധാരണ 1 വാങ്ങിയാൽ തന്നെ ബാക്കിയാണ് ഉണ്ടായിരുന്നത്. മാച്ചോട്ടിക്കണ്ട കഴിക്കാൻ പാടില്ല. അല്ല, ഞാൻ വായിക്കൊടുത്തു. പറഞ്ഞു കൊടുത്തില്ല. ഇത് നിങ്ങൾ അതിന്റെ പിള്ളേർക്കെല്ലാം വാരി കൊടുക്കും എല്ലാവർക്കും. ഞാനധികം വായിക്കിട്ട് കൊടുക്കില്ല. എനിക്ക് ശരിയാവില്ല. അറിഞ്ഞില്ലേ ഞാൻ ഇത്രയും കൊടുക്കുള്ളൂ. ഇങ്ങനെ കൊടുക്കും. അമ്മക്ക് ആഗ്രഹം നമ്മുടെ മക്കളെ വയറ് വേദന നോക്കണമെന്ന്. ഇതിപ്പോ ഈ പാത്രം ഉണ്ടെന്ന് ഞാൻ എല്ലാവരും ചുറ്റോട് ചുറ്റി ഇരുന്നത് നല്ലതാണ്. നാലോട്ട് വാങ്ങുമ്പോ തന്നെ വയറ് അച്ചാറൊന്നും വേണ്ട. ഞാൻ എല്ലാവർക്കും മാറി കൊടുക്കലുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നലില്ല. ഇഷ്ടമാണ്. മക്കൾ കളിയാക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവർക്ക് സുഖമില്ലാതായി. ഇവര് ഉമ്മ ഫോൺ വിളിച്ചു ഉപ്പ എന്താക്കുന്നത്. അപ്പൊ മക്കളോട് ഉമ്മ ഉപ്പക്ക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ അതാണ് യശോകല്ല പറഞ്ഞത്. ഉമ്മ ഉപ്പാക്കാം. അതാരോ ചോദിച്ചിന്. അനുവ യശോദ. അപ്പൊ എല്ലാവർക്കും വാരി കൊടുക്കാണ്. ഇങ്ങനെയാകുമ്പോ പെട്ടെന്ന് ചോറും തീരും. എല്ലാവരും ലൈനായിട്ട് ഉമ്മാനെടുത്ത് കൊണ്ടോ. മസാല വേണ്ട. മസാല വേണ്ട. ബാബാ ഭാഗിഷ കൊടുക്കുമ്പോ കുരുമുളകെല്ലാം ശ്രദ്ധിക്കണം. ഭാഗിഷക്ക് കച്ചമ്പറ് അതിന് നമുക്ക് പറയാൻ പറ്റേ. നമുക്ക് അതിനൊക്കെ കിട്ടിയ കച്ചമ്പറ് ഒരു വേറെ തന്നെ. നമ്മളെവിടെയും പോയി കച്ചമ്പറ് കിട്ടലില്ല അല്ലെ. ടൊമാറ്റോ സോസും അങ്ങനത്തെ ഒക്കെ കിട്ടല്. ഈ ഒരു ഐറ്റം ഇല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. ഇതിലേക്ക് നമ്മള് നോർമലി ടൊമാറ്റോ സോസ് കുഞ്ഞിനെടുത്തോ കയ്യോടെ പുണ്യം ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്റെ കയ്യോടെ ഇട്ടേന്. ഇതാ മതിയിട്ടില്ല, കുറച്ചും കൂടി ഇടുന്നതാ. മന്തി ഒരു പ്ലേറ്റിൽ എല്ലാരും ഒന്നിച്ച് കഴിക്കുമ്പോ ടേസ്റ്റി. മന്തി കഴിക്കാൻ നമ്മൾ കൊടുക്കുമ്പില്ലേ ഇങ്ങനെ കൊടുത്താൽ വേമ്പേ വയറ്റിലും എത്തും. പിന്നെ വേറും ചെയ്യില്ല. അപ്പൊ അതായത് നമ്മളെ സാനുവിന്റെ ആൻഷാക്ക് വലിയ ടേസ്റ്റ് ഇല്ല. ആൻഷ നീ വന്ന് ടേസ്റ്റ് ഇല്ല. ആൻഷാക്ക് മന്തി ഇഷ്ടമല്ല. പക്ഷെ ആൻഷ 2 വട്ടം വാങ്ങിയതാ. ആൻഷ ഇപ്പൊ തട്ടല്ലിട്ടിട്ട് കഥമാറ പോലെ നല്ല ഇതാവുന്നേ. നല്ല മോളായിനിപ്പോ. അല്ലെങ്കിൽ ചിച്ചിക്കുട്ടി അവരുടെ വരെ ഇരിക്കാം അല്ലേ. തട്ടോടാണോ അല്ലെ എപ്പോഴും. നീ കൊടു നല്ല മോളെ ഓടുന്നത് മോളെ. എന്റെ കുഞ്ഞിപ്പാത്ത് നാളും സ്കൂളിൽ പോയെന്ന് പഠിച്ചു കൊണ്ടാ. അപ്പൊ ഇവിടെ ചണ്ണക്കല്ല അടി വരാൻ തുടങ്ങി. അപ്പൊ ചണ്ണ തരാം. ചെണ്ണാടുണ്ട്. അപ്പൊ ഇതൊന്ന് കാലിയാട്ടും മുളക് നമുക്ക് അതിൽ ചണ്ണ എടുക്കാം. അല്ല വേസ്റ്റ് ആവും ചോറ്. അപ്പൊ പിന്നെ അമ്മ എന്താക്കുക വീട്ടിലെ അവസ്ഥ നോക്കുക. അതിന്റെ മുകളിലെത്തില്ല വാരിക്കൊട്ടാലും പ്രശ്നമില്ല. ചോറ് വാങ്ങാൻ അതിന്റെ മുകളിലെത്തും. ഇങ്ങനത്തെ 2 ചക്രശ്വാസം നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ഇപ്പോഴും പറയുന്ന ഹോം ഡെലിവറി ഉണ്ട്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ രാത്രി 2 മണി വരെ പോയി കഴിക്കുന്നെങ്കിൽ ആരും വാങ്ങുന്നവർ ഏറ്റവും നല്ലത് ഒരു 12:30 ഉച്ചക്കത്തെ ഒരു 12-1 മണിക്ക് വാങ്ങണം. ദമ്മിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മള് കുഴിയെല്ലാം ഏതൊരു പീസ് വേണമെങ്കിൽ നടക്കും ഇട്ട് കൊടുക്കട്ടെ. ഹോട്ടലിൽ കാണിച്ചു തരാം.
പോയി കഴിക്കണം. നമ്മളിപ്പോ ഇന്ന് നമ്മള് പിള്ളേർക്കെല്ലാം നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ഇവരെല്ലാരും മന്തി വാങ്ങാൻ കാരണം തന്നെ എല്ലാരും ഉള്ളത് കൊണ്ടാണ്. മക്കളിന് സൺഡേ ആണ്, എല്ലാരും വീട്ടിലുണ്ട്. വേറെ ഇനി വാ നമുക്ക് ഈ വേറെ ഭയങ്കര കഷ്ടമാണ്. നമ്മള് ചോറ് കൊടുക്കുമ്പോൾ വേർക്കൂടാ. അപ്പൊ ഇൻഷാല്ലാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാസർഗോഡ് ഉള്ളവർക്ക് എല്ലാവരും വിദ്യാനഗർ ഭാഗത്തുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സുൽത്താൻ കാബൂസിൽ യമനി മന്തിയാണ്, യമനി മന്തി. അപ്പൊ നമുക്ക് എന്തൊക്കെ ചോദിച്ചു വാങ്ങണം. യമനി മന്തി ഉണ്ടോ, തക്കു വെച്ച് യമനി മന്തി ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങണം. അപ്പൊ പ്രമോഷൻ ആയിട്ടൊന്നും ആരും എടുക്കേണ്ടത്. നമ്മളെന്തൊക്കെ ചെയ്യുമ്പോൾ ചെങ്ങൈന്റെ ഷോപ്പ് നമ്മൾ കഴിച്ചു, നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. ഞാൻ ഏട്ടനോടും അമ്മമാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് അമ്മായി. കാരണം നമുക്ക് ഫുഡ് കഴിച്ചു ഫിഷിന്റെ ഒക്കെ മാസം നല്ലൊരു ഫിഷിന്റെ ഒക്കെ ഏതൊന്നും ഒരു ഫിഷിന്റെ ഒക്കെ ആടെ അതേ ടേസ്റ്റാണ് നമുക്ക്. കാരണം ഇത് ഗൾഫിലുള്ള ഒരാള് ഇതാക്കി അവര് തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് മന്തി. പക്ഷെ നമ്മൾ ഈ വിദ്യാനഗർ ഭാഗത്തൊരു നല്ല മന്തിയുള്ള ഷോപ്പ് ഇല്ല കേട്ടോ, ഹോട്ടലില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് മന്തി കുറവാണ്. അപ്പൊ നിങ്ങൾ എന്താ ഇതുപോലത്തെ മന്തി വേണ്ടവർ ഈ താഴെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. അവർ ഹോം ഡെലിവറി ഉണ്ട്, കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ എപ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുന്നത് നല്ലതല്ലാന്ന് അറിയാം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെയാണ്. പിന്നെ ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത് വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മളെ അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും കൂടി അസ്സലാമു അലൈക്കും.